31ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ എറേഴ്സ് ഡസ് നോട്ട് അഫക്റ്റ് ദ എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്? Which of the errors does not affect the agreement of trial balance? ട്രയൽ ബാലൻസ് ടാലി ആവുന്നതിനെ അഫക്റ്റ് ചെയ്യാത്ത എറേഴ്സ്: റോങ് ടോട്ടലിംഗ്, റോങ് ബാലൻസിങ്, writing an amount in the wrong account but the correct side, none of the above, none of these. ഇതിലേതാണ് ട്രയൽ ബാലൻസിനെ ടാലി ആവുന്നതിനെ അഫക്റ്റ് ചെയ്യാത്തത്? ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നാമത്തത് റോങ് ടോട്ടലിംഗ്, രണ്ടാമത്തത് റോങ് ബാലൻസിങ്, മൂന്നാമത്തത് റൈറ്റിംഗ് ആൻ അക്കൗണ്ട് ഇൻ ദ റൈറ്റിംഗ് ആൻ എമൗണ്ട് ഇൻ ദ റോങ് അക്കൗണ്ട്. റോങ് അക്കൗണ്ടിൽ എമൗണ്ട് എഴുതുന്നു, പക്ഷെ കറക്റ്റ് സൈഡിലാണ് എഴുതുന്നത്. മെഷീനറി അക്കൗണ്ടിൽ എഴുതുന്നതിന് പകരം ബിൽഡിംഗ് അക്കൗണ്ടിൽ എഴുതിയെന്ന് വിചാരിക്കുക. അതിൽ വേറെ ഏതെങ്കിലും അസറ്റ് അക്കൗണ്ടിൽ എഴുതിയെന്ന് വിചാരിക്കുക, പക്ഷെ കറക്റ്റ് സൈഡാണ് എഴുതിയത്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, സെയിൽ ഓഫ് മെഷീനറി ഈസ് ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് ഈസ് ആൻ എറർ ഓഫ്. സെയിൽ ഓഫ് മെഷീനറി ഈസ് ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. മെഷീനറി സെയിൽ ചെയ്തപ്പോൾ അത് സെയിൽസ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്തു. ഇത് ഏത് ടൈപ്പിലുള്ള എറർ ആണെന്നാണ് ചോദ്യം. 33ാമത്തെ ക്വസ്റ്റ്യൻ, റെന്റ് പെയ്ഡ് ₹4,500 വാസ് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് ആസ് ₹5,400. അതായത് 5,400. 4,500 രൂപ കൊടുത്തത് 5,400 രൂപയായിട്ട് ക്യാഷ് ബുക്കിൽ കാണിച്ചു. ദിസ് ഈസ് ആൻ എറർ ഓഫ്. ഇത് ഏത് ടൈപ്പിലുള്ള എറർ ആണെന്നാണ് ചോദ്യം. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് പ്രിപ്പയർഡ് ടു അസർടെയിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ പ്രിപ്പയർ ചെയ്യുന്നത് എ ട്രേഡിംഗ് അക്കൗണ്ട്, ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സി ബാലൻസ് ഷീറ്റ്, ഡി ട്രയൽ ബാലൻസ്. ഡി ട്രയൽ ബാലൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ acquiring fixed assets is called dash. Fixed assets is called dash. ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കാൻ ഇൻകർ ചെയ്ത എക്സ്പെൻസ് അത് ഏതാണ്? എ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ബി ഫിക്സഡ് കോസ്റ്റ്, സി റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതിൽ ഫിക്സഡ് കോസ്റ്റ് അക്വയർ ചെയ്യാൻ വരുന്ന എക്സ്പെൻഡിച്ചറിന് എന്താണ് പറയുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആവുന്നുണ്ടോ? ഇതൊക്കെ ബുക്കിലോട്ട് ആൻസർ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ MCQന്റെ ആൻസർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് ഡാഷ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് ഡാഷ്. ഇതൊരു ഇക്വേഷൻ ആണല്ലോ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ പർച്ചേസസ്, ബി ക്ലോസിംഗ് സ്റ്റോക്ക്, സി നെറ്റ് പർച്ചേസ്, ഡി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 39, ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ സോൾ ട്രേഡർ ഫ്രം ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ്. ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ സോൾ ട്രേഡർ ഫ്രം ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ, ബി എക്സ്പെൻസ്, സി ലയബിലിറ്റി, ഡി ഡ്രോയിങ്സ്. ഇൻകം ടാക്സ് കൊടുത്തത് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് എടുത്ത് ഇൻകം ടാക്സ് കൊടുത്തു. ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ചിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് കോൾഡ്. ബാലൻസ് ഷീറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസും അറേഞ്ച് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഇതും നമ്മൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആലോചിച്ച് എഴുതണം. 34ാമത്തെ ക്വസ്റ്റ്യൻ, 34, ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ടെസ്റ്റ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എ ബാലൻസ്
ബാലൻസ് ഷീറ്റ്, ബി ട്രയൽ ബാലൻസ്, സി ജേണൽ, ഡി ഇൻകം സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ്? ഇതും ഇക്വേഷനാണ്. ഈ ഇക്വേഷന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള പല ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തേക്ക്. ഇതിൽ കറക്റ്റ് ഇക്വേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. ഇവിടെ വേറൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. അടുത്തത് ലാസ്റ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ഇക്വേഷൻ എന്നാണ് ചോദ്യം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദ ഫോളോയിങ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 8,000, നെറ്റ് പർച്ചേസസ് 6,000, നെറ്റ് സെയിൽസ് 9,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 2,000, ക്ലോസിംഗ് സ്റ്റോക്ക് 10,000. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതിൻ്റെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാതിരുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അതുകൂടാതെ തന്നെ നിങ്ങളെല്ലാം ചെയ്ത് നോക്കണം. എല്ലാത്തിൻ്റെയും ആൻസർ നിങ്ങൾ നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതണം. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ആൻസർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഫൈൻഡ് ഔട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 7 lakh, നെറ്റ് സെയിൽസ് 9,50,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 37,000, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് 52,000. ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. മറ്റേത് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കാമല്ലോ. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000, പർച്ചേസസ് 80,000, സെയിൽസ് 2 lakh, റിട്ടേൺ ഇൻവേർട്സ്. റിട്ടേൺ ഇൻവേർട്സ് ആണ് സെയിൽസ് റിട്ടേൺ 11,000, ക്ലോസിംഗ് സ്റ്റോക്ക് 20,000. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഇനി നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഡാഷ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഡാഷ്. നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ്, ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ്. ഇതിലേതാണ്? ഏത് സെയിൽസിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നതെന്നുള്ളത്. അതിന് ആ ഇക്വേഷൻ അറിഞ്ഞാലാണ് അത് ഇതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ഷോൺ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് കാണിക്കുന്നത് എന്താണ്? എ അസറ്റ്സ്, ബി ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ്, സി റവന്യൂ ആൻഡ് എക്സ്പെൻസസ്, ഡി ഓൾ ഓഫ് ദി അബവ്. ഈ എല്ലാം കാണിക്കൂ. ഇതിലേതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, on 31st December 2011, the balance of sundry debtors is rupees 30,300. rupees 30,300, അതായത് 30,300 രൂപയാണ് ബാലൻസ് ഡെറ്റേഴ്സിൻ്റെ. ആൻഡ് ഫർദർ ബാഡ് ഡെറ്റ്സ് ആർ എസ്റ്റിമേറ്റഡ് ആസ് rupees 300. ഫർദർ ബാഡ് ഡെറ്റ്സ് 300 രൂപയാണ്. 5% ഓഫ് ദി ഡെറ്റേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ബി ഡൗട്ട്ഫുൾ. 5%, ഡെറ്റേഴ്സിൻ്റെ 5% സംശയമുണ്ട്, കിട്ടുമോ ഇല്ലേ എന്നുള്ളത് സംശയമുണ്ട്. അതുകൊണ്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിക്വേർഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതൊക്കെ കാണിക്കും?
ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് എന്തൊക്കെയാണ് നമ്മൾ എഴുതുന്നത് അതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് പഠിച്ചപ്പോൾ പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ്, ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ, ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഒക്കെ പഠിച്ചിരുന്നു. അതുകൊണ്ട് ഓരോ ക്ലാസ്സുകളും ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് എക്സാമിനും ചോദിക്കുന്നത്. From the following information, ascertain the amount of debtors to be posted in the asset side of the balance sheet. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡ് നമ്മൾ എത്ര രൂപയുടെ ഡെറ്റേഴ്സ് കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഇത്രയും വലിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ചോദിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് നമ്മൾ പഠിച്ചു എന്നുള്ളത്, വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ കണ്ടിട്ടുള്ള ഇത് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഒന്നുകൂടെ കേട്ട് നോക്കുക, അങ്ങനെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീരെ പറ്റാതിരിക്കുമ്പോൾ എന്നെ അത് അറിയിക്കുക. ബാഡ് ഡെറ്റ്സ്, ഇത് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. ബാഡ് ഡെറ്റ്സ് ₹700, ഡെറ്റേഴ്സ് 7,000, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 500. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവും, ഈ ബാഡ് ഡെറ്റ്സും പ്രൊവിഷനും ട്രയലിൽ തരുവാണെങ്കിൽ അത് ഓൾഡ് ആണ് അല്ലേ. പുതിയ കാര്യങ്ങൾ ന്യൂ ഒക്കെ എവിടെയാണ് തരുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ്സിലാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പ്രൊവൈഡ് 5% ഫോർ ഫർദർ ബാഡ് ഡെറ്റ്സ്. ഫർദർ ബാഡ് ഡെറ്റ്സിന് 5% കൊടുക്കാനാണ് പറയുന്നത്. രണ്ടാമത് ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അറ്റ് 10% ഓൺ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൻ്റെ 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് ഈ തവണ. മൂന്നാമത്തത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഈസ് ടു ബി ക്രിയേറ്റഡ് അറ്റ് 10%. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റേഴ്സിൻ്റെ 10% ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എത്രയാ? അതും 10% ക്രിയേറ്റ് ചെയ്യണം. ഇതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് കണ്ടവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായി കാണും. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫേം ഹാസ് പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹70,000 ആൻഡ് ഇറ്റ് ഹാഡ് ആൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോർ ₹10,000. ഗുഡ്സ് പർച്ചേസ് ചെയ്തു 70,000 രൂപയ്ക്ക്. ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു 10,000 രൂപയുണ്ട്. ഇറ്റ് സോൾഡ് എ പോർഷൻ ഓഫ് ദി ഗുഡ്സ് ഫോർ ₹75,000. 75,000 രൂപയ്ക്ക് ഈ ഗുഡ്സിൻ്റെ ഒരു ഭാഗം വിറ്റു എന്നാണ് പറയുന്നത്. മറ്റേ 20% പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ വിറ്റു. ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. പ്രോബ്ലംസ് വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ, പക്ഷെ ചിലപ്പോൾ വരാം. കഴിഞ്ഞ എക്സാമിനൊക്കെ 1-2 പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ചെറിയ പ്രോബ്ലംസ് ഒക്കെ എളുപ്പം ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 49ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ ഡിഡക്റ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം സെയിൽസ്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? എ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ബി നെറ്റ് പ്രോഫിറ്റ്, സി നെറ്റ് സെയിൽസ്, ഡി ഗ്രോസ് പ്രോഫിറ്റ്. And final question, interest on investment received in advance is shown on the dash. Interest on investment received in advance is shown on the dash. എവിടെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുമ്പോൾ എവിടെയാണ് കാണിക്കുന്നത്? എ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ബി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ഇൻകം സ്റ്റേറ്റ്മെന്റ്, സി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് ആൻസർ ചെയ്യുക, പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒക്കെ. ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നുള്ളത് ആ നമ്പർ ഇട്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു.